വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. പിന്നെ ഏതാ ദിവസം? ശനി. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. എന്താണ് നെവിന്റെ പ്രോബ്ലം, പ്രശ്നം? കുറച്ച് കാലമായി സർ തുടങ്ങി. ഒന്നുമില്ലെന്നാ? പരമാറി നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറം നിനക്ക് വേണം. ഇതുകൊണ്ട് നെവിൻ എന്തെങ്കിലും കൂടുതൽ ഒരു അറ്റൻഷൻ കിട്ടും, ആൾക്കാർ കൂടുതൽ നെവിനെ ശ്രദ്ധിക്കുന്ന തോന്നലുണ്ടോ? ഈ ഫയൽ നോക്കിയേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തിരിക്കുന്ന അറിയാം? ഇവിടെ സംഭവിച്ചൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. എന്തൊക്കെയാണ്, പറയൂ കേക്കട്ടെ. എന്താണ് സ്വന്തമായിട്ട് തോന്നണല്ലോ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? അനിമോളുടെ പുറകെ നടന്നിട്ട് വെള്ളം കോരി ഒഴിച്ചു. ഇതെന്ത് ഭ്രാന്ത്? ഞാൻ ക്യാപ്റ്റനാ, എടുത്തോണ്ട് വേണം. നിനക്ക് സമയം തരും, അതിനുള്ളില് എണീറ്റിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കും. അപ്പൊ വെള്ളം ഒഴിക്കണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടിച്ചായ. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. ശരി, പിന്നെ വേറെ അടുത്ത്? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ഷാനവാസിക്ക എടുത്ത് ഞാൻ നീയാണ് പിടിച്ചിരുത്തിയത്. ഭയങ്കര അഗ്രസീവായിട്ട് സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. അല്ലല്ല, നെവിന്റെ റിയാക്ഷൻസ് ഒക്കെ വളരെ മോശമായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. ഞാൻ എറിഞ്ഞു, കവറെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രക്ക് ആക്ടിങ്ങോ? ഇപ്പൊ എന്താ പടയെന്നൊരു ശബ്ദം കേട്ടത്? അതെ, ഈ ഓർമ്മയ്ക്കായിന്ന് കേട്ടിട്ടുണ്ടോ? എന്തുകാ ഓർമ്മയ്ക്ക? ഓർമ്മയ്ക്ക അത് വീണ ശബ്ദമാ. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. എന്താണ് അവന്റെ നോട്ടം കണ്ടോ? ആ നോട്ടം സൂക്ഷിക്കണം, അവൻ ഫെവിക്കോളിനും പശ അടിക്കുന്നവനാ. ആക്ടിംഗ് ആണ്, മറ്റേ എന്തൊക്കെയോ പറയുന്നു. കാരണത്തിനാല് പെടാകൊള്ളാത്തതിന്റെ വിവരക്കേടാതാണ് ഈ പറയുന്നത്. 3 എണ്ണത്തിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്നെ മാത്രല്ല നിങ്ങളെ രണ്ടുപേരെ അറിയാവുന്ന. നെവിന്റെ പ്രോബ്ലം എന്താണ് ഞാൻ കൂടെ പറഞ്ഞു തരൂ. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. യാഗം ചെയ്യാൻ ഇറങ്ങി തിരിച്ച് ചെറ്റവൻ. ഓരോരുത്തരും വയറ് വാടകയ്ക്ക് വന്നിരിക്കുക. ആരെന്നെയാണ് മുന്നിൽ കഴുകാറുള്ളത്? എന്താ ജയ്സ ഇത്? എല്ലാ പ്രശ്നത്തിലും നീ ഉണ്ടല്ലോ. തേരാപ്പാര നടന്ന് ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട് പണി മുഴുവൻ എനിക്ക്. 8 മണിയായിട്ടില്ല, 8ന്റെ പണി അന്ന് തുടങ്ങി. ജോലി ചെയ്യില്ല, നമ്മൾ ഫുഡ് തരില്ല, അത്ര പറഞ്ഞോളൂ. ഭക്ഷണം നമുക്ക് ഇപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ, എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? നെവിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. നീ ഏത് വഴിയെ പോയാലും ഒരു തള്ളുറപ്പ. എന്നിട്ട് അതെല്ലാം ഒരു കടലാസുകൊണ്ടേ കുറിച്ച് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നാ കാര്യം? ആര് പറഞ്ഞാലേ ഇത് എന്റെ സ്പേസ് ആണ്, എനിക്ക് ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു. അതെ, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഞങ്ങൾ എന്തായാലും ഒരു തീരുമാനം എടുക്കും. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി വരുന്ന ആളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആര്യൻ. എന്ത് പറ്റി? എനിക്ക് ഇപ്പോഴും എന്റെ ടിക്കറ്റ് പോയി. പ്രേക്ഷകരും എല്ലാവരും നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ഞെട്ടി. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ? എന്തിന് നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പാഠം പഠിച്ചില്ലടാ. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസ്